നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബിൽ വന്നിട്ടുള്ള ഈ പുതിയ അപ്ഡേറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഈ ഒരു അപ്ഡേറ്റ് കാരണം ഒരുപക്ഷെ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോകളിലേക്ക്, അതായത് ഷോർട്ട് വീഡിയോകളിലേക്ക് ഇപ്പോൾ വരുന്നതിനേക്കാളും കൂടുതൽ വ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാനും സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ് അപ്ഡേറ്റ് എന്ന് പറയാം. അതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഈ വീഡിയോക്ക് ഒരു 500 ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാ വീഡിയോകളും തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ലൈക്ക് ചെയ്യണമെന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞെങ്കിലേ ആളുകൾ ലൈക്ക് ചെയ്യത്തുള്ളൂ എന്ന് എനിക്കറിയാം. കാരണം വീഡിയോ കണ്ടു അതിനുശേഷം അത് ക്ലോസ് ചെയ്ത് പോവുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അടുത്ത വീഡിയോയിലേക്ക് പോകും. ലൈക്ക് ചെയ്യുന്ന കാര്യം പലരും മറന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം എപ്പോഴും എല്ലാ വീഡിയോയിലും ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് അപ്ഡേറ്റ് എന്ന് പറയാവേ, നമ്മൾ യൂട്യൂബിൽ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യും, ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പം കൂടുതലും ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിന് റീച്ച് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഷോർട്ട് വീഡിയോസ് യൂട്യൂബിന്റെ ഷോർട്ട് ഷെൽഫിൽ നിന്ന് മാത്രമല്ല ഇപ്പോൾ വ്യൂ കൊണ്ടിരുന്നത്, സെർച്ചിൽ നിന്നും കൊണ്ടിരുന്നുണ്ട്. യൂട്യൂബിൽ ഒരാൾ ഇപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് റിസൾട്ടിൽ ഷോർട്ട് വീഡിയോസും വരുന്നുണ്ട്. അപ്പോൾ ഈ ഷോർട്ട് വീഡിയോസിൽ ആളുകൾ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഷോർട്ട് വീഡിയോസിന്റെ തമ്പനയിൽ അട്രാക്റ്റീവ് ആണെങ്കിൽ മാത്രമേ അതിലേക്ക് നമുക്ക് വ്യൂ കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. അതായത് സെർച്ചിൽ നിന്നും റെക്കമെൻഡേഷനിൽ നിന്നും ഒക്കെയുള്ള വ്യൂ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഷോർട്ട് വീഡിയോസിൽ നമുക്ക് തമ്പനയിൽ കസ്റ്റമൈസ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനും പറ്റത്തില്ല. ഈ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ആദ്യം ഷോർട്ട് വീഡിയോസ് വന്ന സമയത്ത് തമ്പനയിൽസ് ഇടാനേ പറ്റത്തില്ലായിരുന്നു. ഏതെങ്കിലും ഒരു തമ്പനയിൽ യൂട്യൂബ് സെലക്ട് ചെയ്യും, അതായിരുന്നു തമ്പനയിലായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ നമുക്ക് ആ വീഡിയോയ്ക്കുള്ളിൽ ഏതെങ്കിലും ഒരു ഭാഗം സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ വന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് സെപ്പറേറ്റ് തമ്പനയിൽസ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു അപ്ഡേറ്റ് വരുന്നുണ്ടെന്ന്. പക്ഷേ ആ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതേപോലെ നമുക്ക് പ്രയോജനം ചെയ്യുന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോയുടെ തന്നെ കുറെ ഭാഗങ്ങൾ താഴെ കാണും. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പോർഷൻ നമുക്ക് സെലക്ട് ചെയ്ത് അത് തമ്പനയിലാക്കാൻ പറ്റും. പക്ഷേ ഈ തമ്പനയിലാക്കുന്നതിൽ ഒരു എഡിറ്റിംഗ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ഒക്കെ ആഡ് ചെയ്ത് ഒരു ഇമോജി ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാനായിട്ട് പറ്റും. പക്ഷേ അങ്ങനെ ഒരു സംഭവം യൂട്യൂബിൽ ഇല്ലായിരുന്നു. പക്ഷേ യൂട്യൂബ് ആ ഒരു പുതിയ ഫീച്ചർ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ വീഡിയോയിൽ നിന്ന് ഏതെങ്കിലും ഒരു പാർട്ട് നമ്മൾ എടുക്കുന്നു, അതിൽ നമുക്ക് ഫിൽറ്റർ ആഡ് ചെയ്യാൻ പറ്റും, ഇമോജീസ് ആഡ് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ കയറി കഴിയുമ്പോൾ തന്നെ സംഭവം ആ തമ്പനയില് നല്ല അട്രാക്റ്റീവ് ആവും. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷോർട്ട് വീഡിയോസിൽ ഈ ഒരു കാര്യം ചെയ്യണം. കാരണം ആ ഷോർട്ട് ഷെൽഫിൽ നിന്നുള്ള വ്യൂ മാത്രമല്ലല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് സെർച്ചിൽ നിന്നൊക്കെ കിട്ടുന്ന വ്യൂ അത് നമുക്ക് വ്യൂ ആക്കി മാറ്റണം. അതായത് യൂട്യൂബ് നമ്മുടെ വീഡിയോ ഇംപ്രഷന് കാണിച്ചിട്ട് മാത്രം കാര്യമില്ല, അതിലേക്ക് ആളുകൾ ക്ലിക്ക് ചെയ്ത് വരണം. ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഷോർട്ട് വീഡിയോ ആണെങ്കിൽ നല്ല രീതിയിൽ തമ്പനയിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്തോളുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്ത്. ഇപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം മറക്കാൻ നിങ്ങൾ ആ ടെലഗ്രാം ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അതിനോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതോടൊന്ന് ഫോളോ ചെയ്തേക്കുക. ഓക്കെ.